സത്യന് അന്തിക്കാടിൽ നിന്ന് പ്രേക്ഷകരെ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം ചിത്രത്തിലുണ്ട്. എന്നാല് കാലത്തിന് സത്യന് അന്തിക്കാട് തന്നെ പുതുക്കിയപ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് അതൊരു ബോണസാണ്. നടനായും താരമായും മോഹൻലാലിനെ മുളച്ചു നിൽക്കുന്ന ഒന്നുമില്ലാതെ ഉപയോഗപ്പെടുത്താന് സംവിധായകന് സാധിച്ചതോടെ ഹൃദയം നിറഞ്ഞു കണ്ടിരിക്കാവുന്ന ചിത്രമായി ഹൃദയപൂർവ്വം മാറുന്നു. അച്ഛനെ തേടിയിറങ്ങുന്ന മകള് എന്ന പ്രമേയത്തില് അടിസ്ഥാനപരമായി സത്യന് അന്തിക്കാടിന്റെ പതിവ് കഥ തന്നെയാണ് ചിത്രം. എന്നാല് കഥ പുതിയ കാലത്തിലേക്കും പുതിയ രീതികളിലേക്കും പറിച്ചു നടന്നതോടെയാണ് ചിത്രം പ്രേക്ഷകനുമായി കൂടുതൽ അടുക്കുന്നത്. ഹൃദയം മാറ്റിവെക്കല് ശസ്ത്രക്രിയ നടത്തിയ നായകനെ ദാതാവിന്റെ മകള് തേടിയെത്തുന്നതാണ് കഥ. ഒട്ടും നാടകീയമല്ലാതെ സ്വാഭാവികമായി ഒഴുകുന്നു എന്നിടത്താണ് സിനിമ വിജയമായി തീരുന്നത്. സന്ദീപ് ബാലകൃഷ്ണന് എന്ന ക്ലൗഡ് കിച്ചന് ഉടമയായാണ് മോഹൻലാല് ചിത്രത്തിലെത്തുന്നത്. അയാളുടെ ഹൃദയ ശസ്ത്രക്രിയയിലാണ് ചിത്രം ആരംഭിക്കുന്നത്. പിന്നീടാണ് സന്ദീപിന്റെ ലോകത്തെ സിനിമയില് പരിചയപ്പെടുത്തുന്നത് പോലും. സന്ദീപിനെ സഹായിക്കാനെത്തുന്ന ഹോം നേഴ്സായി ജെറി എത്തുന്നു. സന്ദീപിന്റെ അളിയന്റെ വേഷമാണ് സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്നത്. മകളുടെ വേഷമാണ് മാളവിക മോഹനന്റേത്. മാളവികയുടെ അമ്മവേഷത്തില് സംഗീത, ജനാർദ്ദന്, നിഷാന്, ലാലു അലക്സ്, ബാബുരാജ്, സൗമ്യ, സലിം മറിമായം തുടങ്ങി വലിയൊരു താരനിര ചിത്രത്തിലുണ്ട്. പുറമെ പ്രേക്ഷകര് ഒട്ടും പ്രതീക്ഷിക്കാത്ത 3ഓളം അതിഥിവേഷങ്ങളും ചിത്രത്തിലുണ്ട്. കഥയും തിരക്കഥയുമാണ് ചിത്രത്തിന്റെ ശക്തി. സത്യന് അന്തിക്കാടിന്റെ മകന് അഖില സത്യനാണ് കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന തിരിവുകളെല്ലാം വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്നു എന്നതാണ് തിരക്കഥയുടെ പ്രത്യേകത. മോഹൻലാലിലെ നടന് പൂർണ്ണയില് അഴിഞ്ഞാടാനുള്ള വിടവുകള് തിരക്കഥ ഒരുക്കിവെക്കുന്നു. സന്ദീപ് ബാലകൃഷ്ണന് ജെറി കോമ്പിനേഷനുള്ള സാധ്യതയെല്ലാം തിരക്കഥ സമർത്ഥമായി ഉപയോഗിക്കുന്നു. സ്വാഭാവികമായി ഒഴുകുന്ന ഹാസ്യമാണ് ചിത്രത്തിലേക്ക് പ്രേക്ഷകനെ കൂടുതൽ അടുപ്പിക്കുന്നത്. പതിവ് വിടാതെ സത്യന് അന്തിക്കാട് ചിത്രങ്ങളിലെ വൈകാരികതകളും തിരക്കഥയിലെ സ്ഥാനം പിടിക്കുന്നു. ഇവയെല്ലാം ഒരുപടി മുകളിലെ പ്രേക്ഷകന് അനുഭവവേദ്യമാക്കുന്നതില് സംവിധായകന് ജയിക്കുന്നതോടെ ചിത്രം പൂർണ്ണമാവുന്നു. ചിത്രത്തിലെ പാട്ടുകളുടെയും പശ്ചാത്തല സംഗീതത്തിന്റെയും പ്ലേസിന് കൂടുതൽ കയ്യടിയർഹിക്കുന്നു. വെള്ളിത്തിരയിലെ വികാരങ്ങളെല്ലാം പ്രേക്ഷകന്റെ കാതുകളിലൂടെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നത് ജസ്റ്റിന് പ്രഭാകരന്റെ സംഗീതമാണ്. പാട്ടുകൾ വന്നുപോകുന്ന ഇടങ്ങളെ മനസ്സ് കുളിപ്പിക്കുന്നതാണ്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴുള്ള ഒരു സീനില് ഊന്നിറങ്ങി വരുന്ന ഒരു പാട്ട് മോഹൻലാലിനെ താരത്തിന്റെ മൂല്യത്തെക്കൂടെ മുന്നിൽ കണ്ട് തയ്യാറാക്കിയതാവണം. മോഹൻലാലിലെ നടനെ മാത്രം ഉപയോഗപ്പെടുത്തിയ സിനിമ എന്ന് പ്രേക്ഷകര് വിധിയെഴുതാനിരിക്കുന്നിടത്താണ് അയാളിലെ താരത്തെ സത്യന് അന്തിക്കാട് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കഥയുടെ ഒഴുക്കില് അത് സ്വാഭാവികമായി വന്നുചേരുന്നതോടെ കൂടുതൽ മികച്ചതാവുന്നു. മോഹൻലാല് മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ലാല് ഭാവങ്ങളെല്ലാം മനോഹരമാണ്. സംഗീത പ്രതാപിനോടൊപ്പം ചേരുന്നതോടെ അവ കൂടുതൽ മനോഹരമാവുന്നു. മോഹൻലാലിനോട് തട്ടി നിൽക്കുന്ന പ്രകടനമാണ് സംഗീതിന്റേത്. പുണയില് ജനിച്ചു വളർന്ന പെൺകുട്ടി കഥാപാത്രത്തില് മാളവികയും കൺവിൻസിംഗ് ആണ്. സംഗീതയുടെ സാന്നിധ്യം തന്നെ കഥയാവശ്യപ്പെടുന്ന കാര്യങ്ങളെ പൂർണ്ണമാക്കുന്നു. നമുക്ക് ചുറ്റിലുമുള്ളവര് തന്നെ സ്ക്രീനിൽ വന്നുപോകുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്തരം പല കഥാപാത്രങ്ങളും തിരക്കഥയിലുണ്ട്. സന്ദീപിന്റെ അളിയനായെത്തുന്ന സിദ്ദിഖിന്റേത് അത്തരം ഒരു കഥാപാത്രമാണ്. അത് അതിമനോഹരമായി സിദ്ദിഖ് പകർന്നാടുന്നുണ്ട്. കഥ ആവശ്യപ്പെടുന്ന വൈകാരികത ഉണർത്തുന്നതില് ഓരോ അവസരത്തിലും സിനിമറ്റോഗ്രാഫർ വഹിക്കുന്ന പങ്ക് വലുതാണ്. രാജഗോപാലിന്റെ എഡിറ്റിംഗും പ്രശംസ അർഹിക്കുന്നു. സമീറ സനീഷിന്റെ വസ്ത്രാലങ്കാരവും പ്രശാന്ത് നാരായണന്റെ കലാസംവിധാനവും ഏച്ചുകെട്ടലുകള് ഇല്ലാത്തതും ചിത്രത്തിന്റെ നിറവിന്യാസത്തെ കൂടുതൽ ഉയർത്തുന്നതുമാണ്. മനു മഞ്ജിത്തിന്റെ വരികള് ജസ്റ്റിന്റെ പാട്ടുകൾക്ക് കൂടുതൽ ഭംഗി നൽകുമ്പോൾ തന്നെ കഥയോട് ഒട്ടിനിൽക്കുകയും ചെയ്യുന്നു. മലയാളികൾക്ക് പ്രിയപ്പെട്ട നായക സംവിധായക കൂട്ടുകെട്ടാണ് മോഹൻലാല് സന്ധ്യന് അന്തിക്കാട്. ഒരുപിടി ചിത്രങ്ങളാണ് മലയാളികൾക്ക് ആസ്വദിക്കാനും ചിന്തിക്കാനും ഇരുവരും തന്നിട്ടുള്ളത്. ഈ കൂട്ടുകെട്ടിലെ ഏറ്റവും ഒടുവിലിറങ്ങിയ ചിത്രം എന്നും എപ്പോഴുമാണ്. ഇത്തവണ തന്റെ പതിവ് ട്രാക്കില് എന്നാല് കാലത്തിന് പുതുക്കിയാണ് സത്യന് അന്തിക്കാട് ഹൃദയപൂർവ്വത്തില് കഥ പറയുന്നത്. 2025 രണ്ട് വൻഹിറ്റ് ചിത്രങ്ങള് സമ്മാനിച്ച മോഹൻലാലിലെ നടനും താരവും ഹൃദയപൂർവ്വത്തിലെ ഒരു കാര്യം കൂടെ അടിവരയിടുന്നുണ്ട്. കഴിഞ്ഞ 47 വർഷമെന്ന പോലെ ഇതും തന്റെ കാലം തന്നെയാണെന്ന്.